നമസ്കാരം. അക്കൗണ്ട് ലോവർ പേപ്പർ 3 കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് എന്നിവയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓഫ് എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ കണക്കിൽപ്പെടുത്തിയിട്ടുള്ള ചെലവുകളെ അപ്രോപ്രിയേഷൻ ആക്ടിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നിരവധി ചെലവുകളുമായി ബന്ധപ്പെടുത്തുകയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഉദ്ദേശം. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അഥവാ ധനവിനിയോഗ കണക്കുകൾ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ അനുപൂരകങ്ങളാണ്. സംസ്ഥാനത്തിൻ്റെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അക്കൗണ്ടന്റ് ജനറൽ തയ്യാറാക്കി സമർപ്പിക്കേണ്ട കണക്കുകളുടെ നിർദ്ദേശങ്ങൾ ഓഡിറ്റ് മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അക്കൗണ്ടന്റ് ജനറൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. പാർലമെന്ററി കമ്മിറ്റി വർക്ക്സ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് whom? Here the answer is option C, presiding officer of the House. പാർലമെന്ററി കമ്മിറ്റി നിയമനിർമ്മാണ സഭയ്ക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റിയാണ്. ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയോ നോമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. സ്പീക്കറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് കമ്മിറ്റി പ്രവർത്തിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പാർലമെന്ററി കമ്മിറ്റിയെ 2 വിഭാഗങ്ങളായി തിരിക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അഡ്ഹോക് കമ്മിറ്റിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പെർമനൻ്റ് ആണ്, റെഗുലർ കമ്മിറ്റിയാണ്. ഫൈനാൻസ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി നിയമിക്കപ്പെടുന്ന കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി. ആ വിഷയത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി നിലനിൽക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. The head of the Indian Audit Accounts Department. The correct answer is option C, Controller and Auditor General. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്ററിൻ്റെ നിയമനവും സർവീസ് കാര്യങ്ങളും വ്യവസ്ഥ ചെയ്യുന്നത്. രാഷ്ട്രപതി കയ്യൊപ്പും മുദ്രയും വെച്ച് അധികാരപത്രം വഴിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന അതേ വിധത്തിലും അതേ കാരണങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്യാനാവൂ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഫീസ് കാലാവധി 6 വർഷം അഥവാ 65 വയസ്സ് വരെ. ഏതാണ് ആദ്യം വരുന്നത് അത്? CAGയുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ, ഭരണനിർവഹണ ചെലവ് തുടങ്ങിയവ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ചാർജ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഗവൺമെന്റ് അക്കൗണ്ട്സ് ആർ ജനറലി കെപ്റ്റ് ഇൻ. ഗവൺമെന്റ് അക്കൗണ്ടുകൾ പ്രധാനമായും കാഷ് അടിസ്ഥാനത്തിലായതിനാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് ബാങ്കറായോ റെമിറ്ററായോ ബോറോവറായോ ലെൻഡറായോ പ്രവർത്തിക്കുന്നിടത്ത് ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. കൊമേഴ്സ്യൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സിംഗിൾ എൻട്രി സിസ്റ്റം. ക്വസ്റ്റ്യൻ നമ്പർ 5. Under which article of Constitution is CAG appointed by the President? CAG shall be appointed by the President under the Article 148 of the Constitution. Here the correct answer is option D, 148. Question number 6. As per the Constitution, CAG can be removed from his office in like manner
and on the like ground as a സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യാവുന്ന അതേ വിധത്തിലും അതേ കാരണങ്ങൾക്ക് മാത്രമേ CAGയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യാനാവൂ. Here the correct answer is option B, Judge of the Supreme Court. Question number 7. In the financial administration process in India, the administration which is engaged in carrying out the policies acceptable to the legislator is accountable to whom? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ പ്രക്രിയയിൽ നിയമനിർമ്മാണ സഭയ്ക്ക് സ്വീകാര്യമായ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭരണകൂടം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് നിയമസഭയോടാണ്. Here the correct answer is option B, the legislator. Question number 8. Which among the following is not considered as an overall process of control over the financial administration in a state in a parliamentary setup? പാർലമെന്ററി സെറ്റപ്പിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ പ്രക്രിയ 3 രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നു. 1. ലെജിസ്ലേറ്റീവ് കൺട്രോൾ, 2. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, 3. ഓഡിറ്റ് കൺട്രോൾ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ലോജിക്കൽ കൺട്രോൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. Here the answer is option D, logical control. Question number 9. Under which article of the Constitution the Contingency Fund of India is constituted? അക്കൗണ്ടുകളെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ട്, പാർട്ട് 2 കണ്ടിജൻസി ഫണ്ട്, പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടും പബ്ലിക് അക്കൗണ്ടും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 266 ഉൾപ്പെടുന്നു. കണ്ടിജൻസി ഫണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 267 ഉൾപ്പെടുന്നു. Here the correct answer is option B, article 267. Question number 10. Which of the following state has not entered into agreement with the Reserve Bank of acting as its banker? റിസർവ് ബാങ്കിന് ബാങ്കറായി സിക്കിം സ്റ്റേറ്റ് അംഗീകരിച്ചിട്ടില്ല. Here the answer is option D, Sikkim. Question number 11. Which committee of the state legislature examined the audit reports and finance and appropriation accounts of that state? Here the correct answer is option B, State Public Accounts. Public Accounts Committee Audit Report, Appropriation Account, Annual Finance Account തുടങ്ങിയവ പരിശോധിക്കുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. ഇതിൽ 11 അംഗങ്ങളുണ്ട്. അംഗങ്ങളെ അസംബ്ലിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അംഗങ്ങളിൽ ഒരാളെ സ്പീക്കർ ചെയർമാനായി നിയമിക്കുന്നു. മന്ത്രിമാർ അംഗങ്ങളാകാൻ പാടില്ല. Question number 12. The initial responsibility for the administration of each department of a state is laid upon whom? ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഥമ ഉത്തരവാദിത്തം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13. Who can relieve the CAG from the responsibility for the preparation and submission of the accounts relating to the annual receipts and disbursement for the purpose of a state? പ്രസിഡന്റിന്റെ മുൻകൂട്ടിയുള്ള അപ്രൂവലും CAGയുമായുള്ള കൺസൾട്ടേഷനും ശേഷം ഓർഡർ മൂലം സംസ്ഥാനത്തിന്റെ ആനുവൽ റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും CAGയെ ഗവർണർക്ക് റിലീവ് ചെയ്യാവുന്നതാണ്. യൂണിയന്റെ കാര്യത്തിലും യൂണിയൻ ടെറിട്ടറിയുടെ കാര്യത്തിലും പ്രസിഡന്റിന് ഇതേ രീതിയിൽ CAGയെ റിലീവ് ചെയ്യാവുന്നതാണ്.
Here the correct answer is option A, the governor of the state. Question number 14. Which among the following forms the basic concepts applicable to the commercial accounts? ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ്: ഫിനാൻഷ്യൽ കണ്ടീഷൻസ്, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഇത് മൂന്നും കൊമേഴ്സ്യൽ അക്കൗണ്ടിന് ആപ്ലിക്കബിൾ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ദി എബവ്. Question number 15. The control of the resource operations of the Government of India and of the state is vested in whom? Resource operation. എല്ലാ ട്രഷറികളിലും എല്ലാ സമയത്തും ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് വിതരണം ചെയ്യുന്ന പ്രക്രിയയാണ് റിസോഴ്സ് ഓപ്പറേഷൻ. ഇത് കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്കിലെ കറൻസി ഓഫീസറാണ് ഇത് നിർവഹിക്കുന്നത്. നോൺ ബാങ്കിംഗ് ട്രഷറിയും ബാങ്കും തമ്മിൽ യഥാർത്ഥ റെമിറ്റൻസിൽ കൂടിയോ കറൻസി ടെസ്റ്റ് ട്രാൻസ്ഫറിൽ കൂടിയോ ആണ് ഈ ക്രമീകരണം നടത്തുന്നത്. Here the correct answer is option B, Reserve Bank of India. Question number 16. Sinking funds are generally constituted by government for what purpose? സർക്കാരിൻ്റെ ലോൺ ലയബിലിറ്റി ഒഴിവാക്കുന്നതിനോ വേസ്റ്റിംഗ് അസറ്റ് മാറ്റിവെക്കുന്നതിനോ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചാർജ് ചെയ്ത് നിർമ്മിക്കുന്ന ഫണ്ടാണ് സിങ്കിങ് ഫണ്ട്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, for the redemption of loan raised by the government. Question number 17. The Comptroller and Auditor General audits all tax and non-tax receipts of tax. CAGക്ക് യൂണിയൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും സംസ്ഥാനങ്ങളുടെയും എല്ലാ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റെസിപ്റ്റ്സ് ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. Here the correct answer, option D, all these. Question number 18. Which among the following is non-tax revenue? So the correct answer is option C, registration fee. Tax revenue, non-tax revenue ഇവയുടെ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ടാക്സ് റവന്യൂവിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്: tax on income and expenditure, tax on property and capital transactions, tax on commodities and services. Non-tax revenue ഉൾപ്പെടുന്ന ഐറ്റംസ്: കറൻസി, coinage and mint, interest, receipt, dividends and profits, other non-tax revenues. Question number 19. Pro forma accounts are maintained by whom? പ്രൊഫോമ അക്കൗണ്ട് വാണിജ്യ, അർദ്ധവാണിജ്യ, സർക്കാർ സ്ഥാപനങ്ങളുടെ മൂലധനം, നിർമ്മാണം, വ്യാപാരം, ലാഭം, നഷ്ടം തുടങ്ങിയവ കൃത്യമായി രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് പ്രൊഫോമ അക്കൗണ്ട്. സർക്കാരിൻ്റെ പൊതു അക്കൗണ്ടുകൾക്ക് പുറമെ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഫിക്സ് ചെയ്ത ഫോമാണ് ഇതിനുപയോഗിക്കുന്നത്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസ്. Question number 20. Making financial rules and audits is the function of whom? എക്സിക്യൂട്ടീവ് ഗവൺമെൻറ് ആണ് ഫിനാൻഷ്യൽ റൂൾസ് ആൻഡ് ഓഡിറ്റ്സ് നിർമ്മിക്കുന്നത്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പരീക്ഷാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.